ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടുകൾ. ഒരിക്കലും സൂര്യന്റെ വെളിച്ചം പോലും മുട്ടിക്കാത്ത ഇടങ്ങൾ. ഭൂമിയിലെ ഏറ്റവും ആകർഷണീയമായ പ്രകൃതിദൃശ്യങ്ങളെയും അതിനേക്കാൾ കൂടുതൽ ഭീതിജനകമായ രഹസ്യങ്ങളെയും കാത്തുസൂക്ഷിക്കുന്ന ഒരു ഇടം. ഇതാണ് ആമസോൺ റെയിൻ ഫോറസ്റ്റ്. ഇത് വെറും ഒരു കാട് അല്ല. ഭൂമിയിലെ ഓക്സിജന്റെ 20% ഇവിടെ നിന്നാണ് ഉണ്ടാകുന്നത്. അതിനാൽ തന്നെ ലോകം ഇതിനെ ഭൂമിയുടെ ശ്വാസകോശം എന്ന് വിളിക്കുന്നു. പക്ഷേ ഈ കാടിനുള്ളിൽ നടക്കുന്നത് എന്താണ്? ഈ കാടിനുള്ളിൽ ഇപ്പോഴും മനുഷ്യനിക്കറിയാത്ത ആയിരക്കണക്കിന് ജീവജാലങ്ങളും ഉൽപ്പത്തി അറിയാത്ത ഔഷധങ്ങളുമുണ്ട്. ശാസ്ത്രജ്ഞന്മാർ പോലും അടിയന്തരം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 2010 ശാസ്ത്രജ്ഞർ ആമസോണിന്റെ ആഴത്തിലുള്ള ഭാഗങ്ങളിൽ നിന്ന് കണ്ടെത്തിയ ഒരു സൂചന ലോകത്തെ ഞെട്ടിച്ചു. പൂർവ്വകാലത്ത് ഇവിടെ ഒരു വലിയ നഗരം ഉണ്ടായിരുന്നുവെന്ന തെളിവുകൾ. വൻതോതിലുള്ള കെട്ടിടശിഷ്ടങ്ങൾ, നീണ്ട സൃഷ്ടിമാർഗങ്ങൾ, ആധികാരികമായ ജലസംഭരണികൾ. ആരാണ് ഇതൊക്കെയുണ്ടാക്കിയതെന്ന് ഇന്നും മനസ്സിലായിട്ടില്ല. ഈ കാടിൽ താമസിക്കുന്ന ചില ജീവികൾ ഇന്ന് കാണുന്നവയല്ല. ചിലർ പറയുന്നു ആമസോണിൽ ഇപ്പോഴും പ്രാചീന കാലത്തെ ജൈവജീവികൾ ഒളിച്ചിരിപ്പുണ്ടെന്ന്. ഇതേ കാടിലാണ് മനുഷ്യനേക്കാൾ നീളമുള്ള അനാഗോണ്ട സ്നേക്ക് കണ്ടെത്തപ്പെട്ടത്. ഇതിന്റെ നീളം 30 അടി. ചിലർ പറയുന്നത് ഇതിലും വലുതും ഇവിടെ എവിടെയോ ഉണ്ടെന്ന്. ആമസോണിൽ ഇന്നും പുറത്തുള്ള ലോകവുമായി ബന്ധമില്ലാതെ കഴിയുന്ന ഗോത്രങ്ങളുണ്ട്. ഇവരുടെ സംസ്കാരങ്ങളും ആചാരങ്ങളും ശബ്ദം പോലും അറിഞ്ഞിട്ടില്ലാത്ത ഭാഷകളും ഇന്ന് ശാസ്ത്രജ്ഞർക്കും അജ്ഞാതമാണ്. 2022 ഒരു ട്രൈബൽ ഗ്രൂപ്പിന്റെ ഡോക്യുമെന്ററി പുറത്തുവന്നപ്പോൾ അവർ പറയുന്ന കഥകൾ കേട്ട് ലോകം വിറച്ചു. കാടിനുള്ളിൽ ഭീതിജനകമായ ഒരു കണക്ഷനുണ്ട്, അവർ പറയുന്നു. കൂടുതൽ കാറ്റുകളും മഴകളും വൻതോതിലുള്ള ഉരുളപൊട്ടലുകളും. ആമസോണിലെ പ്രകൃതി ഇന്ന് അസ്ഥിരമാണ്. ചിലർ പറയുന്നു കാട് തന്നെ എതിരാളിയായി മാറുകയാണ്. ഒരു കുറവ് നീങ്ങിയാൽ ആ കാടിന്റെ 70% നശിക്കാമെന്ന ഭീഷണിയുണ്ട്. പിന്നെ ശ്വാസകോശം ഇല്ലാതെ മനുഷ്യൻ ജീവിക്കുമോ? ആമസോൺ റെയിൻ ഫോറസ്റ്റ് അതൊരു കാട് മാത്രമല്ല, അത് ഒരു ലോകം തന്നെയാണ്. അതിന്റെ രഹസ്യങ്ങൾ ഇന്നും വിളിക്കുന്നു. എനിക്ക് അകത്ത് വന്ന് നോക്കൂ, പക്ഷേ മടങ്ങി വരാമോ എന്ന് ഉറപ്പില്ല. ഇനി നിങ്ങൾ പറയും, ആമസോണിലെ ഏറ്റവും വലിയ ഭീഷണി ജന്തുക്കളാണോ, മനുഷ്യനാണോ? അഭിപ്രായം താഴെ കമന്റിൽ എഴുതൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.